ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ഇലക്ഷന്റെ തലേ ദിവസം ഇതേ പത്രക്കാരന്റെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മന്ത്രിയൊന്നും ആവണ്ട, അത്രയും വേണം, വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ, എന്റെ സിനിമ തുടരണം. ഞാൻ സ്നേഹിക്കുന്നത് കലയാണ്. ഏത് കലയെ? ആ കല ഞാൻ സരോജിൽ കാണുന്നു. ഓ, ആ കല. എന്താണ് പോകുന്നത്? നീ ആരെ കളിയാക്ക? ഒരു മന്ത്രിയായാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. അതെയോ, താങ്ക് യു, വെൽക്കം. പറയുമ്പോ ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല, നിങ്ങൾക്ക് പഴയ പണിയാണ് നല്ലത്. എനിക്ക് സിനിമാഭിനയം തുടരണം, ഒരുപാട് സമ്പാദിക്കണം. അതാ നല്ലത്. ഞങ്ങളുടെ കൂടെ നടന്നിട്ട് വിവരമില്ലാന്ന് വെച്ചാൽ കലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൊലയെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ കൊല നടക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാർട്ടിയിലെ ഏറ്റവും ഇളയ അംഗമാണ്. ഇതൊക്കെ എന്തിനു ഇവിടെ പറയാൻ പോകുന്നു? അല്ല, ഒരു കണക്ഷൻ കിട്ടിയപ്പോ. ഞാൻ 2016 ഒക്ടോബർ 28-നാണെന്നാണ് എന്റെ ഓർമ്മ മെമ്പർഷിപ്പ് എടുത്തത്. കുറെ നാളായാലും ഈ ഗതികേട് തുടങ്ങിയിട്ട് തൊടുന്നതല്ല അബദ്ധം. കേരളത്തിൽ നിന്ന് ആദ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MP എന്ന നിലയ്ക്ക് ആദ്യത്തേതും അവസാനത്തേതും പാർട്ടിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവാം. ആ ഉത്തരവാദിത്വത്തിന്റെ പുറത്താവാം എന്നെ ഒരുപക്ഷെ മന്ത്രിയാക്കിയത്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. പക്ഷെ ഇവിടെ വെച്ച് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, എന്നെ ഒന്ന് ഒഴിവാക്കി ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയ കൂടെ താമസിപ്പിച്ചേ ഞാനൊരു വഴിയിലായി. ഇനി വയ്യാവേലും കൂടെ ഞാൻ ഇങ്ങനെ അവരിപ്പോ ലീഫ് തണ്ട ലീഫ് എന്ന് വെച്ചാ ഓല അത് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ചരിത്രമാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? കൈയടിക്കാതെ അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അങ്ങനെ വന്നാൽ ഒരു സ്വാർത്ഥതയുണ്ട്. എനിക്ക് ഞാൻ ഒഴിഞ്ഞു കൊടുത്ത് കിട്ടിയ സ്ഥാനം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റും. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എന്തടവ്? എനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. ജോസ് ഒന്നും കാണാതെ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. അപ്പൊ ജോസേ, എന്താണ് നമ്മുടെ ഭാവി പരിപാടി? പറഞ്ഞതില്ല, ചൊൽപ്പടിക്ക് നിൽക്കുന്ന എന്റെ പ്രധാനമന്ത്രിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന 5 മന്ത്രിമാര് എനിക്ക് തന്ന്, ഞാനൊരു മന്ത്രിയായിരുന്നു ചെയ്തു കൂട്ടേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് സാധിച്ചു തന്നാൽ തൃശ്ശൂർ ജനതയ്ക്ക് അത് മതി, കേരള ജനതയ്ക്കും അത് മതി. വാരിക്കോരി കൊടുക്കുന്ന സ്വഭാവമാണല്ലോ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.